ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ വാർഷിക മൂല്യനിർണ്ണയം 2023-24 വർഷത്തെ അടിസ്ഥാന ശാസ്ത്രം അഥവാ ഇന്ന് നടന്ന ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളൊക്കെ എഴുതിയ ആൻസേഴ്സ് നമുക്ക് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നതും നിർമ്മിക്കുന്നതുമായ ഘടകങ്ങളാണ് ചിത്രത്തിൽ. അപ്പോൾ താഴെ ചിത്രം തന്നിട്ടുണ്ട്. ഇതിൽ ചോദ്യം മറ്റു ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒന്നാമത്തേത് എന്ന് പറയുന്നത് അന്നജം, 2 എന്ന് പറയുന്നത് ജലം, 3 എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, 4 എന്ന് പറയുന്നത് ഓക്സിജൻ. ഓക്കെ, ഒന്നുകൂടെ പറയാം. 1 അന്നജം, 2 ജലം, 3 കാർബൺ ഡൈ ഓക്സൈഡ്, 4 ഓക്സിജൻ. ബി, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു മൂലകം ലഭ്യമാകാത്തതുകൊണ്ടാണ് വീനസ് ഫ്ലൈഡ്രാപ്പ്, പിച്ചർ ചെടി എന്നിവ ജീവികളെ പിടിക്കുന്നത്. ഇത്തരം സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇവക്ക് നമ്മൾ ഇരപിടിയൻ സസ്യങ്ങൾ എന്നാണ് പറയുന്നത്. ഇരപിടിയൻ സസ്യങ്ങൾ. സി, ഇവ വളരുന്ന മണ്ണിൻ്റെ പ്രത്യേകതകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 1, ഇത് അസിഡിറ്റി കൂടുതലാണ്. 2, നൈട്രജൻ അടങ്ങിയ സംയുക്തങ്ങൾ കുറവാണ്. ഓക്കെ, ഒന്നും കൂടെ പറയാം. അസിഡിറ്റി കൂടുതലുള്ള മണ്ണായിരിക്കും. അതുപോലെ തന്നെ നൈട്രജൻ്റെ അളവ്, അതിൻ്റെ സംയുക്തങ്ങൾ കുറവുള്ള മണ്ണായിരിക്കും. പ്രവർത്തനം 2, അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതാണ് ആഗോളതാപനത്തിന് കാരണമെന്ന് പറയുന്നുണ്ട്. ചോദ്യം, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതിന് കാരണമാകുന്ന 2 സാഹചര്യങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 1 എന്ന് പറയുന്നത് വിറക്, കൽക്കരി എന്നിവ കത്തുമ്പോൾ, അതുപോലെ വാഹനങ്ങളിൽ നിന്നുള്ള പുക പുറത്തേക്ക് വരുമ്പോൾ. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടാനുള്ള കാരണമെന്ന് പറയുന്നത്. ബി, വായു മലിനീകരണം മനുഷ്യൻ്റെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? 2 സന്ദർഭങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 1 എന്ന് പറയുന്നത് നമ്മുടെ മഴയായിട്ട് വായു മലിനീകരണം കൂടുമ്പോൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ആഗോളതാപനം എന്ന് പറയുന്നതും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഫലങ്ങളും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി ചേർക്കാം. ഇനി സി എന്ന് പറയുന്നത് ഏതു വാതകമാണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്നത്? ഏതാണ്? നൈട്രജൻ ഓക്സൈഡുകളാണ്. ഓക്കെ, നൈട്രജൻ്റെ ഓക്സൈഡുകളാണ്. ഇനി പ്രവർത്തനം 3 നോക്കാം. ചിത്രം നിരീക്ഷിക്കൂ. താഴെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ഇനി ഇതിലെ ചോദ്യം, ചോദ്യം, ചിത്രത്തിൽ കാണുന്ന കാർഷിക മേഖലകളിലെ പരസ്പര ബന്ധം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെയാണ്? വാഴ കൃഷിയുണ്ട്, അതുപോലെ തന്നെ താറാവ് കൃഷിയുണ്ട്, മീൻ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഇവിടെ ഒരു സംയോജിത കൃഷിയാണ് മനസ്സിലാവുന്നത്. സംയോജിത കൃഷിയാണ്. ഒരേ സമയം പല സാധനങ്ങൾ കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ സംയോജിത കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സംയോജിത കൃഷിയാണ്. ഇനി ബി ചോദ്യം, ഒന്നിലധികം മേഖലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ കൃഷി രീതിയുടെ പേരെന്താണ്? ഇതിൻ്റെ പേര് സംയോജിത കൃഷി എന്നാണ്. അപ്പോൾ ബന്ധം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഒരേ സമയം പല കൃഷികൾ ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. ഇനി രണ്ടാമത്തെ ആൻസർ ആയിട്ട് സംയോജിത കൃഷി എന്നും എഴുതാം. സി, ഇങ്ങനെ ബന്ധിപ്പിക്കുന്നത് കൊണ്ടുള്ള 2 പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? 1, വീട്ടിലെയും കൃഷിസ്ഥലത്തെയും ജൈവാവശിഷ്ടങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയും. അതുപോലെ തന്നെ കൃഷിഭൂമി നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്താനും കഴിയും. പ്രവർത്തനം 4ലേക്ക് കടക്കാം. ശാസ്ത്ര ക്ലബ്ബിൽ വായുമർദ്ദവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ചെയ്ത ചില പരീക്ഷണങ്ങളും അവയുടെ നിരീക്ഷണ ഫലവും താഴെ കൊടുക്കുന്നു. കാരണം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രവർത്തനം 1, കുപ്പിക്കുള്ളിലേക്ക് കടലാസ് പന്ത് ഊതിക്കയറ്റാമോ? നിരീക്ഷണം എന്ന് പറയുന്നത് പേപ്പർ പന്ത് പുറത്തേക്ക് തെറിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ കാരണമായിട്ട് എന്താ ഉള്ളത്? ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് കുപ്പിയുടെ വായ് ഭാഗത്ത് ഊതുമ്പോൾ വായ് ചലിക്കുന്നു, മർദ്ദം കുറയുന്നു എന്നതാണ് കാരണം. ഒന്നുകൂടെ പറയാം. കുപ്പിയുടെ വായ് ഭാഗത്ത് ഊതുമ്പോൾ വായു ചലിക്കുന്നു, മർദ്ദം കുറയുന്നു. 2, ഫണലിലൂടെ ഊതി മെഴുകുതിരി അണയ്ക്കാമോ? അതിന് നമ്മൾ ചെയ്യുന്ന നിരീക്ഷണം എന്ന് പറയുന്നത് മെഴുകുതിരി ജ്വാല അണയുന്നില്ല, ജ്വാല ഫണലിലേക്ക് അടുക്കുന്നു. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? വായു വേഗത്തിൽ ചലിക്കുന്ന ഒന്നാണ്. അതുകൂടാതെ മർദ്ദം കുറയുന്നു. അവിടെ മെഴുകുതിരി ജ്വാല ഫണലിലേക്ക് അടുക്കുന്നു. ഓക്കെ, ഇനി ബി ചോദ്യം, ഇതിനു പിന്നിലെ ശാസ്ത്ര തത്വം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബർണോളിയുടെ തത്വമാണ് ഇവിടെ ഉള്ളത്. ബർണോളിയുടെ തത്വമാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കാൻ കാരണം. ഇനി ഇതിലെ സി ചോദ്യം, ചിത്രം നിരീക്ഷിക്കൂ. ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. ഈ കുപ്പിയിൽ നിന്നും കൂടുതൽ ശക്തിയോടും അകലത്തിലും വെള്ളം പുറത്തേക്ക് വീഴണമെങ്കിൽ പരീക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ കുപ്പിയുടെ അടിഭാഗത്ത് സൈഡിലായിട്ട് ഒരു സുഷിരം ഇടണം. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുക? അവിടെ ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം വർദ്ധിക്കും. അപ്പോൾ താഴെ ഒരു ഹോളും കൂടെ ഇട്ട് കഴിഞ്ഞാൽ, ഒരു സുഷിരം കൂടെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം നല്ല ശക്തിയായിട്ട് പുറത്തേക്ക് വരും. ഇനി 5ാമത്തെ പ്രവർത്തനം, മനുഷ്യനിലെ ശ്വസന വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. നാസ്വാദ്വാരം, ശ്വസനി,
ശ്വാസകോശം, ശ്വാസനാളം. ഓക്കെ. ചോദ്യം, ശ്വസന പ്രക്രിയയിൽ വായുവിൻ്റെ സഞ്ചാരപാത വ്യക്തമാക്കുന്ന ഫ്ലോ ചാർട്ടാണ് തയ്യാറാക്കേണ്ടത്. വായുവിൻ്റെ സഞ്ചാരപാതയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതണം നമുക്ക്? ആദ്യം നമ്മൾ നാസ്വാദ്വാരം, പിന്നെ ശ്വാസനാളം, പിന്നെ ശ്വസനി, പിന്നെ ശ്വാസകോശം, അങ്ങനെയാണ് വരേണ്ടത്. ബി ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിക്കൂ. ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ഇതിലെ ചോദ്യം, ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ അളവിൽ വ്യത്യാസം ഉണ്ടാവാൻ കാരണം എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടും രണ്ട് രീതിയിലാണല്ലേ. ഇപ്പോൾ ഉച്ഛ്വാസവായുവാണെങ്കിൽ അവിടെ 21% ഓക്സിജൻ ആണെങ്കിൽ അത് നിശ്വാസമാകുമ്പോൾ 15% മാത്രമേ ആവുന്നുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റുമാണ്. ആദ്യം ഉച്ഛ്വാസവായുവിൽ വളരെ കുറവും നിശ്വാസവായുവിൽ കൂടുതലുമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് കോശങ്ങളിലെ ഊർജോൽപാദനത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നതും കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നതുമാണ്. ഓക്കെ, അതാണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം. സി എന്ന് പറയുന്നത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തകോശം ഏതാണ്? ചുവന്ന രക്താണുവാണ്. ഓക്കെ, ചുവന്ന രക്താണു. ആറാമത്തെ പ്രവർത്തനം, പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ചിമ്മിനി വിളക്കിൻ്റെ ചിത്രം നിരീക്ഷിക്കൂ. ചിമ്മിനി വിളക്ക് കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം അതിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ഗ്ലാസിൻ്റെ മുകൾ ഭാഗത്തുള്ള തുറന്ന ഭാഗവും കാണിച്ചിട്ടുണ്ട്, ഗ്ലാസിൻ്റെ അടിഭാഗത്തുള്ള സുഷിരവും കാണിച്ചിട്ടുണ്ട്. ചോദ്യം, കത്തുന്ന വിളക്കിൻ്റെ മുകൾ ഭാഗത്ത് കൈ പിടിക്കുമ്പോൾ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം എന്താണ്? ഗ്ലാസിനകത്തെ വായു ചൂട് പിടിച്ചിട്ടാണ് മുകളിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മുകൾ ഭാഗത്ത് കൈ വെക്കുമ്പോൾ നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടുന്നത്. ബി, വിളക്കിൻ്റെ താഴെ ഭാഗത്തുള്ള സുഷിരങ്ങൾ അടച്ചു പിടിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ നിഗമനം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ സംഭവിക്കുക? അവിടെ കത്തുന്നതിനാവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കില്ല. അതുകൊണ്ട് വിളക്കിൻ്റെ തീ അണഞ്ഞു പോകും. ഇനി മുകളിൽ പ്രതിപാദിച്ചിരിക്കുന്ന താപപ്രേഷണ രീതി ഏതാണ്? ഇതിനെ നമ്മൾ സംവഹനം എന്നാണ് പറയുന്നത്. പ്രവർത്തനം 7, ശ്വസന വ്യവസ്ഥ, രക്തപരിവഹന വ്യവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ട ചില അവയവങ്ങളും അവയുടെ പ്രത്യേകതകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. വിട്ടുപോയവ പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത, ഔരസായത്തിൻ്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളി. ഇത് ഏത് അവയവമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ ഡയഫ്രമാണ് ഉപയോഗിക്കുന്നത്, ഡയഫ്രം. 2, പെരികാർഡിയം എന്ന ഇരട്ട സ്ഥലം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. എന്തിനെയാണ്? ഹൃദയമാണ്. 3, ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നത് സിരകളാണ്. അടുത്തത് രക്തലോമികകളാണ്. രക്തലോമികകൾ എന്തിനാണ്? നമ്മുടെ ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളെയാണ് നമ്മൾ രക്തലോമികകൾ എന്ന് പറയുന്നത്. ഇനി ബി ചോദ്യം, രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവിൻ്റെ പേര് എന്താണ്? ഹീമോഗ്ലോബിനാണ്. സി, മുറിവേറ്റ രക്തസ്രാവമുള്ള ഒരാളിന് നൽകേണ്ട പ്രഥമ ശുശ്രൂഷകൾ എന്തൊക്കെയാണ്? 1, ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കൽ. 2, മുറിവിൽ അമർത്തിപ്പിടിക്കുക. ഇത് രണ്ടുമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. 8ാമത്തെ പ്രവർത്തനം, ഭക്ഷ്യവസ്തുവിൽ ചേർക്കുന്ന മായവും അവ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1, പരിപ്പ്. പരിപ്പിൽ മായം എന്ന് പറയുന്നത് ഏതാണ്? കേസരിപ്പരിപ്പാണ്. ഓക്കെ, കേസരിപ്പരിപ്പാണ്. ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് നാഡീസ്തംഭനമാണ്. തേയിലയിലാണെങ്കിൽ കൃത്രിമ ചായയാണ് കൂടുതലായിട്ട് നമ്മൾ ചേർക്കുന്ന മായം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാക്കും. ഓക്കെ, അപ്പോൾ ആരോഗ്യ പ്രശ്നം, ഉദരസംബന്ധമായ രോഗം. മുളക് പൊടിയാണെങ്കിൽ ഇഷ്ടിക പൊടിയാണ്. അവിടെ നമ്മുടെ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകും. പി, ഭക്ഷ്യവസ്തുക്കളുടെ പാക്കറ്റുകളിൽ കൊടുത്തിട്ടുള്ള ചില അടയാളങ്ങൾ ചുവടെ ചേർത്തിരിക്കുന്നു. 1, തവിട്ട് നിറം. 2, പച്ച നിറം. ഇവ ഏതുതരം ഭക്ഷ്യവസ്തുക്കളെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തവിട്ട് നിറം എന്ന് പറയുന്നത് മാംസാഹാരത്തെയും പച്ച നിറം എന്ന് പറയുന്നത് സസ്യാഹാരത്തെയുമാണ്. സി, മുളക് പൊടിയിൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു പരീക്ഷണം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ള പരീക്ഷണമാണല്ലേ. ഇനി 9ാമത്തെ പ്രവർത്തനം, താപീയ വികാസവുമായി ബന്ധപ്പെട്ട ചിത്രം നിരീക്ഷിക്കൂ. ഇവിടെ ഭൂമധ്യ രേഖ പ്രദേശത്താണ് സൂര്യരശ്മി ലംബമായി പതിക്കുന്നത്. ചോദ്യം, ചിത്രവും പ്രസ്താവനയും പരിശോധിച്ച് എന്തുകൊണ്ടാണ് തെക്കുനിന്നും വടക്കുനിന്നും ഭൂമധ്യരേഖാ പ്രദേശത്ത് കാറ്റ് വീശുന്നതെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്കറിയാം ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുകയും അവിടേക്ക് തണുത്ത വായു പ്രവഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ്.
ഓക്കെ, എന്താണ്, ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നും ചൂടുവായു മുകളിലേക്ക് ഉയരുന്നു, അവിടേക്ക് തണുത്ത വായു പ്രവഹിക്കുന്നു. ഇനി ഏത് താപപ്രേഷണം മൂലമാണ് സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലേക്ക് എത്തുന്നത്? ഏതാണ്? വികിരണം വഴിയാണ് അല്ലേ, വികിരണം വഴിയാണ്. സി, കാറ്റ് ഒരു പ്രദേശത്തെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു? അവിടുത്തെ താപനിലയെ നിയന്ത്രിക്കുന്നതിൽ കാറ്റ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഴയെ നിയന്ത്രിക്കാനും കാറ്റ് ആവശ്യമാണ്. പ്രവർത്തനം 10, ഭക്ഷ്യവിഷബാധ നിരവധി പേർ ആശുപത്രിയിൽ എന്ന ഒരു ന്യൂസാണ് ഇവിടെ തന്നിട്ടുള്ളത്. പത്രവാർത്ത വായിച്ചല്ലോ. വസ്തുക്കളിലെ സൂക്ഷ്മജീവികളുടെ സാന്നിധ്യമാണ് ഭക്ഷ്യവിഷബാധക്ക് കാരണം. ചോദ്യം, സൂക്ഷ്മജീവികളുടെ വളർച്ച തടയുന്നതിന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഒരെണ്ണം ചുവടെ നൽകുന്നു. 2 മാനദണ്ഡങ്ങൾ കൂടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നെന്താണ് തന്നിട്ടുള്ളത്? ഭക്ഷ്യവസ്തുക്കൾ യോജ്യമായ രീതിയിൽ പാകം ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊന്ന്, ഭക്ഷ്യവസ്തുക്കൾ പാകം ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. ഓക്കെ, മറ്റൊന്ന് ചെയ്യാനുള്ളത് പാകം ചെയ്തതും ചെയ്യാത്തതുമായവ 2ആയിട്ട് തരംതിരിച്ച് വെക്കുക. ഓക്കെ, ഇനി ബി ചോദ്യം, പാക്കറ്റുകളിൽ സൂക്ഷിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതിരിക്കാനുള്ള ഒരു മാർഗം താഴെ കൊടുത്തിരിക്കുന്നു. മറ്റു മാർഗങ്ങൾ കൂടി എഴുതാനാണ്. 1, വായു കടക്കാത്ത വിധം പാക്ക് ചെയ്യുന്നു. 2 ഏതൊക്കെയാണ്? 2 അതിലെ എക്സ്പയറി, അതിൻ്റെ കാലാവധി എഴുതുന്നതും അത് ഉണ്ടാക്കിയ നിർമ്മാണ തീയതി എഴുതുന്നതും. ഓക്കെ, ഇനി സി, മാർക്കറ്റിൽ മത്സ്യം സൂക്ഷിക്കുന്ന ഐസ് വേഗത്തിൽ ഘനീഭവിക്കുന്നതും താഴ്ന്ന താപനില ലഭിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവിൻ്റെ പേരെന്താണ്? എന്താണ്? നമുക്കറിയാം, അമോണിയം ക്ലോറൈഡ് ആണ്. അമോണിയം ക്ലോറൈഡ്. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അവിടെ ആൻസേഴ്സും നോക്കി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.